തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത് 84-കാരിയായ സ്വന്തം മാതാവിനെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന 46-കാരൻ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഭാര്യയെ കൊലപ്പെടുത്തുന്ന യുവാവ്. രണ്ടിടങ്ങളിലെയും പ്രധാന വില്ലൻ മദ്യവും മയക്കുമരുന്നും തന്നെ. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും സാമൂഹ്യ തിന്മയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനടിമപ്പെട്ട ഒരു സമൂഹം ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബജീവിതങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. പവിത്ര ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അധ്യാപനം ഏറെ ശ്രദ്ധേയമാണ്. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. മദ്യം എന്ന് പറയുന്നത് സർവ്വവിധ മ്ലേച്ഛതകളുടെയും മാതാവാകുന്നു. വ അക്ബറുൽ കബായിർ, അത് വൻപാപമാകുന്നു. ഒമൻ ശരീബഹ, ആരെങ്കിലും അത് കുടിക്കുകയാണെങ്കിൽ വഖഅ അലൈഹി ഉമ്മിഹി വ അമ്മതിഹി വ ഖാലതിഹി, അവനവൻ്റെ ഉമ്മയുടെ മേലോ അമ്മായിയുടെ മേലോ വീണെന്നിരിക്കും. പ്രവാചക വചനങ്ങൾ സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു. പിടിക്കപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അളവുകൾ ഭീതിപ്പെടുത്തുന്നതാണ്. മദ്യത്തിന്റെ പോഷക ഗുണങ്ങളെ എണ്ണിപ്പറയുന്ന ജനപ്രതിനിധികളുടെ സംസാരം ഭീതിജനകമാണ്. വിദ്യാലയങ്ങളും കലാലയങ്ങളും അധാർമിക പ്രവർത്തനങ്ങളുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു. കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ് എന്ന ഇസ്ലാമിക അധ്യാപനം വളരെയധികം ശ്രദ്ധേയമാണ്. ലഹരി പദാർത്ഥങ്ങളെ വർജിക്കുക എന്നതും അതിലൂടെ ധാർമ്മിക ബോധമുള്ള ഒരു സമുദായത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതുമാണ് പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം.